ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ കൊണ്ട് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൾബിൻ്റെ അൺബോക്സിംഗ് ആണ്. ബൾബോ എന്ന് പറഞ്ഞ് ഞെട്ടണ്ട, കണ്ടന്റിന് ക്ഷാമം ഉണ്ടായപ്പോൾ വീട്ടിൽ മേടിച്ച ഒരു ബൾബും കൊണ്ട് വന്നതല്ല. ഈ ബൾബെന്ന് പറയുന്നത് 600 രൂപ വിലയുള്ള ഒരു ബൾബാണ്. നോർമലി ഒരു 9 വാട്ട് ബൾബിന് വരുന്ന വില എന്ന് പറയുന്നത് മാക്സിമം 100 റുപ്പീസ്, 100 രൂപയൊക്കെയാണ്. ഇത് വിപ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് LED ബൾബാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെറ്റപ്പും പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ സഹദ്, യു ആർ വാച്ചിങ് ടെക് ടോക്ക് വിത്ത് സഹദ്. ഞാൻ ആദ്യം തന്നെ ഈ ബൾബ് മേടിക്കേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു നമ്മുടെ ആമസോണിൻ്റെ ഒരു എക്കോ ഡോട്ട് മേടിക്കണമെന്ന്. അപ്പം ഞാൻ ആ ആമസോണിൻ്റെ എക്കോ ഡോട്ടും പിന്നെ ഈ സ്മാർട്ട് ബൾബും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തത്. പക്ഷേ ഈ ബൾബ് 5-ാം തീയതി വന്നു. നമ്മുടെ എക്കോ ഡോട്ട് 10-ാം തീയതിയാണ് വരാനിരുന്നത്. പക്ഷേ 5-ാം തീയതി ആയപ്പോൾ ബൾബ് എൻ്റെ കയ്യിൽ കിട്ടി. 6-ാം തീയതി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആമസോൺ ഓർഡേഴ്സിൽ എക്കോ ഡോട്ടിൻ്റെ ഓർഡർ ക്യാൻസൽ ആയിപ്പോയി. ഞാൻ അത് നോക്കിയപ്പോഴത്തേനും പിന്നെ മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ ഈ ഏരിയയിലോട്ടുള്ള ഡെലിവറി എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇവ കറൻലി നമ്മൾ പിന്നെ ഓർഡർ ചെയ്യാൻ നോക്കിയാൽ പോലും നടക്കത്തില്ല. അവർ പറയുന്നതും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് മാത്രമേ അവരിനിയും ഈ ഏരിയയിലോട്ട് സപ്ലൈ ചെയ്യത്തുള്ളൂ. എനിക്ക് തോന്നുന്നു കേരളം ഇത്ര ഹൈലി അഫക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ മാത്രമേ അവർ സപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പം എക്കോ ഡോട്ട് ഉടനെ ഒന്നും വരുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബൾബിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ആമസോണിൻ്റെ യൂഷ്വൽ പാക്കേജ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടക്കത്തെ സീൽ ആദ്യം ബ്രേക്ക് ചെയ്യാം. സീൽ ബ്രേക്ക് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കുറേ ചെറിയൊരു വലിയൊരു ബോക്സാണ്. അത് നമ്മുടെ ബൾബിൻ്റെ ബോക്സിനേക്കാളും വലിയൊരു ബോക്സ് ആയതുകൊണ്ട് തന്നെ അവർ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് പേപ്പർ പോലത്തെ സംഭവം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്, ഡാമേജ് കുറയ്ക്കാൻ ബെറ്ററാണത്. പിന്നെ നമ്മുടെ ബോക്സിൽ വരുന്നത് നമ്മുടെ സ്വന്തം ബൾബ്. ഇതാണ് നമ്മുടെ ബൾബ്, വിപ്രോ ഗാർനെറ്റ് സ്മാർട്ട് ബൾബ്. ഇതൊരു LED ബൾബാണ്, 9 വാട്ടിൻ്റെ ബൾബാണ്. നമുക്കിനി ഈ ബൾബിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബൾബാണ്. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നീളമുള്ള ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആമസോൺ അലക്സ ആയിട്ടൊക്കെ എങ്ങനെ പെയർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു നോർമൽ ബൾബ് പോലെ ആണെങ്കിലും ഫങ്ഷനെങ്കിൽ ഇത്തിരി ഹൈടെക് ആണ് സംഭവം. നമുക്കപ്പം ഇനിയും വേറൊന്നുമില്ല ഇതിനകത്ത്. നമുക്കിനിയും ഇതിൻ്റെ സെറ്റപ്പിലോട്ട് കിടക്കാം. നമുക്ക് ബൾബിൻ്റെ ബോക്സിൽ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷൻസൊക്കെ ആദ്യം തന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം. 16 മില്യൺ കളേഴ്സ് RGB ലൈറ്റ്സ്, പിന്നെ വൈറ്റ് ട്യൂണബിൾ, വാം വൈറ്റ് ടു കൂൾ വൈറ്റ്. അപ്പോൾ നമുക്ക് കളറിൻ്റെ വാമാക്കാം കൂളാക്കാം. മീൻസ് യെല്ലോയിഷ് കളർ വേണോ പ്യുവർ വൈറ്റ് വേണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അലക്സ വോയിസ് കൺട്രോൾ, അതാണ് ഇതിൻ്റെ മെയിൻ. മീൻസ് നമ്മുടെ ഒരു വോയിസ് കൺട്രോൾ അലക്സ പോലുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലൊരു സംഭവം വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ സെറ്റ് എ ഷെഡ്യൂൾ ഓർ ടൈമർ, ഇത്ര മണി മുതൽ ഇത്ര വരെ ഓൺ ആയിരിക്കണം, ഇത്ര മണി കഴിഞ്ഞാൽ ഓഫ് ആക്കണം, ഇത്ര മണിക്ക് അത് ഓഫ് ആകണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള കുറച്ച് അതിൻ്റെ ബേസിക് പ്രൊഡക്ഷനും മാർക്കറ്റഡ് ബൈ അങ്ങനെ കസ്റ്റമർ കെയറിൻ്റെയും കാര്യങ്ങളും എല്ലാം. പിന്നെ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് ബാക്കി സെറ്റപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ആദ്യ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡറിലേക്ക് ബൾബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബൾബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപ്രോയ്ക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ആമസോൺ അലക്സ അല്ലെ ഗൂഗിൾ അസിസ്റ്റൻ്റ്, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ അലക്സയാണ് പ്രിഫർ ചെയ്യുന്നത്. ആമസോൺ അലക്സ അത് ഡൗൺലോഡ് ചെയ്യണം. അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് വിപ്രോയുടെ ആപ്പ് ഓപ്പൺ ആക്കണം. ആദ്യമായിട്ട് നമുക്കിവിടെ വിപ്രോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു വോയിസ് അസിസ്റ്റൻ്റാണ്. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ആമസോൺ അലക്സയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റോ അതുപോലെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം വിപ്രോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലോഗിൻ സൈനപ്പ് ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ഇവിടെ സൈനപ്പ് ചെയ്യുകയാണ്.
നമ്മുടെ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് മെയിലിലേക്ക് ലഭിക്കും, അത് എൻ്റർ ചെയ്യുക. റൈറ്റ് സൈഡ് കോർണറിലായിട്ട് നമുക്ക് ആഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ പ്ലസ് മാർക്കാണ് ആഡ് ഡിവൈസ്. അതിൽ എൻ്റെ ഇതിപ്പം ലൈറ്റ് സോഴ്സ് വൈഫൈ എന്ന് പറയുന്ന ഡിവൈസാണ്. ആ ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ്. ഇപ്പം ഒരേ വൈഫൈയിലായിരിക്കണം നമ്മുടെ ലെക്സായും പിന്നെ ബൾബ് കണക്റ്റഡ് ആയിരിക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ ഡിവൈസ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബൾബ് 3 തവണ ഓഫ് ചെയ്ത് ഓൺ ആക്കുക വേണം. അന്നേരം നമ്മുടെ ബൾബ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ബൾബ് ഡിറ്റക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അത് ഇച്ചിരി സമയമെടുക്കും. കാരണം വെച്ചാൽ വൈഫൈയുമായിട്ട് ബൾബ് കണക്റ്റായി അതിനുശേഷം ആ ബൾബിനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പം അതിന് കുറച്ചൊരു ടൈം എടുക്കും. അത് ബൾബിനെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ബൾബുമായിട്ട് പെയർ ആകുന്ന പ്രൊസീജിയറാണ് നടക്കുന്നത്. ബൾബ് ആഡ് ആയി കഴിഞ്ഞു. വിപ്രോ ബൾബ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഇത് എൻ്റെ ബെഡ്റൂം ബൾബ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്റൂം ബൾബെന്ന് അത് റീനെയിം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഡിവൈസ് സക്സസ്ഫുള്ളി ഇത് കണക്റ്റഡ് ആയിരിക്കുന്നു. അപ്പം നമുക്കിവിടെ ബൾബ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ബൾബ് വാം ആക്കാനും കൂളാക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബൾബിൻ്റെ കളർ ടോൺ ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ബൾബ് വാം ആവും. റൈറ്റ് സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പം ബൾബ് കൂളാവും. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ സ്ലൈഡ് ചെയ്തു, അപ്പോൾ ബൾബ് വാമായി. അടുത്ത റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ബൾബ് വൈറ്റ് ആവും, മീൻസ് കൂളാവും. അപ്പം പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബൾബിൻ്റെ ബ്രൈറ്റ്നസ് 100-ലാക്കാം, 50-ലാക്കാം, നമുക്ക് ഇഷ്ടമുള്ള ബ്രൈറ്റ്നസ്സിൽ ഓഫ് ആക്കുമ്പം നമുക്കൊരു ബൾബിൻ്റെ ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കും. ഓൺ ആയിരിക്കുമ്പം നമ്മുടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. അതുകൂടാതെ തന്നെ നമുക്കിവിടെ കളറിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്കിപ്പം റെഡ്, ഗ്രീൻ, ബ്ലൂ ബേസിക് കളേഴ്സ് എല്ലാം തന്നെ അത് മിക്സഡ് ആയിട്ട് വരുന്ന എല്ലാ കളേഴ്സും നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നിൽക്കുന്നു. പിന്നെ അടുത്ത സീൻസ്, നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സിനേറിയോനനുസരിച്ച് നമുക്ക് ഈ സീൻസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കളർഫുൾ എന്നൊക്കെ പറയുന്ന മോഡിൽ കളേഴ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്ത് വരും. ഡാസ്ലിങ്ങും അതൊക്കെ തന്നെയാണ്. കളേഴ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അലക്സ ആപ്പിലെ സെറ്റിങ്സ് നോക്കാം. നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അലക്സ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ വരും. അത് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് വിടുക. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടേണ്ട കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം നമുക്ക് ഡിവൈസസ് പറയുന്ന ഓപ്ഷനിൽ ഈ ആഡ് ഡിവൈസസിൽ ഓൾ ഡിവൈസസ് അലക്സ, പിന്നെ റൈറ്റ് സൈഡിലെ പ്ലസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈറ്റ് സെലക്ട് ചെയ്യുക. ലൈറ്റിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വിപ്രോയാണ്. അപ്പോൾ നമ്മൾ വിപ്രോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. വിപ്രോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വിപ്രോ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പം അത് എഗ്രി ആൻഡ് ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് ലിങ്ക് ആയി കഴിഞ്ഞു. വിപ്രോ ആപ്പും അലക്സ ആപ്പും ഇൻ്റർ കണക്റ്റഡ് ആയി ഇപ്പം. അപ്പം ഡിസ്കവർ ഡിവൈസ്, നമ്മുടെ ഡിവൈസ് അലക്സ ആപ്പിലേക്ക് ആഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ ഇത്. 45 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഉടനെ അത് ആഡ് ആകുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡിവൈസ് ഇവിടെ സക്സസ്ഫുള്ളി കണക്റ്റഡ് ആയിരിക്കുന്നു. അടുത്ത നമ്മുടെ ഡിവൈസിൻ്റെ സെറ്റപ്പിലേക്ക് ലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മുടെ ബെഡ്റൂം, കിച്ചൺ അങ്ങനെ പല ഡിവിഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എൻ്റെ ബെഡ്റൂമായിട്ടാണ് കൊടുക്കുന്നത്. ബെഡ്റൂമിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ബെഡ്റൂമിൽ ഒരു ഡിവൈസ്, നമ്മുടെ ലൈറ്റ്സിലൊരു ഡിവൈസ്. ഇപ്പം ഇവിടെ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ്
അവൈലബിൾ ആണ്. ഇവിടെ ഓഫാക്കാം, ഓണാക്കാം, അങ്ങനെ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റും. അലക്സ, ടേൺ ഓൺ ദി ബൾബ്. Alexa, turn off the bulb. Okay. Alexa, turn on the bulb. Okay. Alexa, change bulb color to red. Okay. ഇതാണപ്പം ഈ ബൾബിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ വോയിസ് കമാൻഡ്സും അല്ലെങ്കിൽ നമുക്ക് വിർച്വലായിട്ട് നമ്മുടെ ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ സർക്യൂട്ട് എപ്പോഴും ഓൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അതിപ്പം എപ്പോഴും ഓൺ ആക്കിയിടുമ്പോഴത്തേക്കും ഇതുപോലുള്ള കേരളം പോലുള്ള സ്ഥലത്ത് പ്രാക്ടിക്കലായിട്ട് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പോകാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു എക്കോ ഡോട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ട് അലക്സ ആപ്പ് ഓപ്പൺ ആക്കി അലക്സ ടേൺ ഓൺ ദി ബൾബ് പറയുക, ടേൺ ഓഫ് ദി ബൾബ് പറയുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ആ ഒറ്റൊരു ത്രെട്ട് മാത്രമേ ഇതിനകത്തൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കാനാ, സർവീസ് സെൻ്റർ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഒരു പേസ് ഓഫ് ടെക് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാം. പക്ഷേ എല്ലാവരും അങ്ങനെ സ്വിച്ച് ഒന്നും ഓൺ ആക്കിയിട്ടിട്ടല്ലല്ലോ പോകാറില്ലേ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.